തൗസൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബെസ്റ്റ് ബീഫ് ബോൺ കൊളാജൻ സൂപ്പ് ഉണ്ടാക്കാം. ശരീരത്തിന് ആവശ്യമായ ധാരാളം പോഷകങ്ങൾ അടങ്ങിയ നല്ലൊരു കൊളാജൻ സൂപ്പാണ് ഇത്. ഈ സൂപ്പ് ആട്, കോഴി, പോത്ത് എന്നീ ഏത് മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചും ഉണ്ടാക്കാവുന്നതാണ്. സന്ധികളുടെ ആരോഗ്യത്തിനും പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താനും എല്ലിൻ സൂപ്പ് ഉത്തമമാണ്. ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. സൂപ്പിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ബീഫ് ബോൺ നന്നായി കഴുകിയത്, ലീക്ക് ലീവ്സ്, കോൺ, ഇഞ്ചി, ഏലക്ക, പട്ട, കുരുമുളക്, കറാമ്പൂ, വലിയ ഉള്ളി, മല്ലിയില, സെലറിയില. ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. കറാമ്പൂ ഒന്ന് പതുക്കെ ചതക്കാം. സെലറി, മല്ലിച്ചപ്പ്, ലീക്ക്, വലിയ ഉള്ളി, ഇഞ്ചി എല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാ ഏലക്ക, കുരുമുളക്, പട്ട എന്നിവ കൂടി ഒന്ന് ഇടിച്ച് വെക്കാം. തീ നന്നായി കത്താൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സൂപ്പ് വിറകടുപ്പിൽ വെക്കുന്നതാണ് നല്ലത്. ചട്ടിയിലും കൂടിയായാൽ ഏറ്റവും നല്ലത്. ഇത് 2-3 മണിക്കൂർ കിടന്നു വേവേണ്ടതാണ്. എല്ലുകളിട്ടു. കൂടെ ഇനി വെള്ളമൊഴിച്ച് വെക്കുക. കൂടെ അരിഞ്ഞു വെച്ച ഇഞ്ചി, വലിയ ഉള്ളി, ലീക്ക് ലീഫ് അരിഞ്ഞത്, സെലറി, മല്ലിയില ഇവ കൂടി ഇടാം. ചതച്ചു വെച്ച ഏലക്ക, പട്ട, ഗ്രാമ്പൂ, കുരുമുളക് ഇതും കൂടി ഇട്ടു. കുറച്ചുകൂടി നന്നായി വെള്ളം ഒഴിക്കാം. ഇത് നന്നായി സോഫ്റ്റായിട്ട് വേവേണ്ടതാണ്. കുറച്ചധികം സമയവും വേവണം. അതുകൊണ്ട് നല്ല പോലെ വെള്ളം വേണം. എല്ലിൻ സൂപ്പിൽ കാണപ്പെടുന്ന കൊളാജൻ സന്ധികളുടെ ആരോഗ്യത്തിന് മാത്രമല്ല നല്ല ദഹനത്തിനും സഹായിക്കുന്നു. കൊളാജൻ മറ്റ് രാസവസ്തുക്കളായ ഗ്ലൂക്കോസാമൈൻ, കോൺഡ്രോയിറ്റിൻ എന്നിവ സന്ധികളുടെ വേദനയും അസ്വസ്ഥതകളും കുറയ്ക്കുന്നതിനും നല്ലതാണ്. എല്ലിൻ സൂപ്പിൽ ഈ പോഷകങ്ങൾ കൂടുതലാണ്. അതിനാൽ അവ ഇടയ്ക്ക് കഴിക്കുന്നത് സന്ധികളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഉപ്പും ചേർക്കാം. ഉപ്പ് ചേർക്കാതെ കഴിക്കുന്നവരും ഉണ്ട്. പക്ഷെ നമുക്കെന്തായാലും ഉപ്പ് വേണം. നന്നായി മൂടി വെച്ച് സോഫ്റ്റായിട്ട് വേവിക്കണം.
അതിനൊരു 2-3 മണിക്കൂർ ഇങ്ങനെ കുറഞ്ഞ തീയിൽ കിടക്കണം. അപ്പോൾ സൂപ്പ് അവിടെ കിടന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്കൊരു തിരിക ഉണ്ടാക്കാം. കമുകിൻ്റെ ഓലയും വാഴനാരും കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കെട്ടി ഉണ്ടാക്കാം. ഇത് നമുക്ക് മൺകലം വാങ്ങി വെക്കുമ്പോൾ അടിയിൽ കരിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നല്ലതാണ്, പൊട്ടാതിരിക്കാൻ. ശരിയായിട്ടില്ല, എന്നാലും ഏകദേശം ഇങ്ങനെയൊക്കെയാണ് തിരിക ഉണ്ടാക്കുക. പകുതി വേവാകാൻ സമയമായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഇളക്കിയ ശേഷം നമ്മൾ എടുത്തു വെച്ച കോണുണ്ടല്ലോ, കോണ് ഇതിലേക്ക് ചെത്തി ഇടണം. ഇതും വേവേണ്ടതാണ്. ഇപ്പോൾ പകുതി വേവേ ആയിട്ടുള്ളൂ ബോണ്. ഇതുകൂടി ഇട്ട് ബാക്കി സമയം കൂടി വേവിക്കണം. ഒന്നുകൂടി അടച്ചു വെച്ച് നന്നായി വേവായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി തൂവാം. ബാക്കിയുള്ള മല്ലിയില കൂടി വിതറാം. ഇനി സൂപ്പ് വാങ്ങി വെക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. വിളമ്പാൻ നോക്കാം. നല്ല ചൂടുണ്ട്. ഇപ്പോഴും തിളക്കുന്നുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ചൂടുണ്ട്, ശ്രദ്ധിക്കണം. ചൂടോടെ കുടിക്കുന്നതാണല്ലോ ടേസ്റ്റ്. വേണ്ടവർക്ക് ഇതിന് മുകളിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി വിതറി കഴിക്കാം.
കുട്ടികൾ സ്കൂളിട്ട് വന്ന് ഇതിൻ്റെ മണം കേട്ട് കൊതിച്ചിരിക്കുകയാണ്. ബോൺ സൂപ്പാണ്. ബോൺ ആൻഡ് കോൺ. ഹണി ബേബി. പിന്നെ കോൺ വേണ്ടേ അല്ലേ? വെള്ളം തരാം. ഹണിക്കൾ. ടേസ്റ്റ് ഉണ്ടോ? ഞാനുണ്ടാക്കിയ ഈ സൂപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.